Good morning. Good morning. At least I deserve a good morning, please. Good morning, ma'am. Good morning. Good morning, So, ma'am. എന്നാൽ എടുത്തത് വായിച്ചു നോക്കിയിരുന്നോ? Yes, ma'am. ഓക്കെ, നമ്മൾ ഫില്ലോടാക്സി ആണ് വെച്ചിരുന്നത് അല്ലേ? എന്തായിരുന്നു അതിന്റെ ഡെഫിനിഷൻസി പഠിക്കുമ്പോൾ ഡെഫിനിഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഓക്കെ, നമുക്കറിയില്ല ഹൗ ദേ ഗോണ അറ്റാക്ക് യു. സംടൈംസ് ദേ വിൽ ബി ആസ്കിങ് യു ദി എക്സാമ്പിൾ ആൻഡ് ദി അതർ ടൈം ദേ വിൽ ബി ആസ്കിങ് യു ദ ഡെഫിനിഷൻ. സോ നമുക്ക് ഈ വർഷം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ. ടോപ്പിക്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ടോപ്പിക്സ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ, എല്ലാം പഠിച്ചു വെക്കാം. ഓക്കെ, ബയോളജിയിൽ നമ്മുടെ എയിം ഇസ് ടു സ്കോർ മോർ ദാൻ 300. എനി ഹൗ നമ്മൾ 300 പ്ലസ് തന്നെ വേണം നമുക്ക്. 360 ആണ് നമ്മുടെ എയിം. സ്റ്റിൽ യാ, നമ്മൾ 3 തരത്തിലുള്ള ഫില്ലോടാക്സി പറയുന്നു: ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ് ആൻഡ് വേൾഡ്. സോ can you remember how you gonna memorize the examples for alternate? Alternate, what does it mean? On the stem, from one node, one leaf, right? Alternatively, like that. An example was all must have chicken soup, right? All. Alternate, must, mustard, China rose is the chicken, soup is the sunflower. ശരിയല്ലേ? Opposite, from a node, how many leaves are going to arise? How many? 2, right? So the examples are going to be Okagu. How do you read this? How do you read this? Okagu, right? O for opposite, C, A for calotropis, and GU for guava plants, right? Okagu. Then world, there is one example, Elstonia. അനിയും അങ്ങനെ തന്നെ പഠിക്കാം. അൽസ്റ്റോണിയ ഇനി വേറെ എവിടെയും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നില്ല. സോ അൽസ്റ്റോണിയ ഒരു എക്സാമ്പിളേ ഉള്ളൂ, ദാറ്റ് ഇസ് വേൾഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ഇൻഫ്ലോറസൻസ് ആണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഡീലിംഗ് വിത്ത് ദ ഫ്ലവേഴ്സ്. നമ്മൾ റൂട്ട് കഴിഞ്ഞു, സ്റ്റെം കഴിഞ്ഞു, ലീഫ് കഴിഞ്ഞു. ആക്ച്വലി ഈ 3 മോഡിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. ആക്ച്വലി അത് പണ്ടത്തെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ടെക്സ്റ്റിൽ ഇല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കണം മോഡിഫിക്കേഷൻസ്. അതിന്റെ ഒരു ചാർട്ട് ഞാൻ എഴുതി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. ഒരു ടേബിൾ, മോഡിഫിക്കേഷൻസ്, റൂട്ട്, സ്റ്റെം, ലീഫിന്റെ മോഡിഫിക്കേഷൻസ് വിത്ത് എക്സാമ്പിൾസ്. ഐ വിൽ ഗിവ് യു a table for that. So flower is actually a modified shoot. അത് ചോദിക്കാറുണ്ട്, വാട്ട് ഇസ് ഇറ്റ് ആക്ച്വലി സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് എന്താണ്? ഒരു മോഡിഫൈഡ് ഷൂട്ടാണ്. ഷൂട്ടാണ് മോഡിഫൈ ചെയ്ത് ഫ്ലവർ ആവുന്നത്. സോ ഫ്ലവറിങ്ങിന്റെ ടൈം ആവുമ്പോൾ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം ഞാൻ പറഞ്ഞിട്ടുണ്ട്, which is meristematic cells, actively dividing cells present at the tip of shoot, അല്ലെങ്കിൽ അപ്പെക്സിന്റെ ടിപ്പിൽ കാണുന്നത്. അതാണ് ഫ്ലോറൽ മെരിസ്റ്റം, ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ഫ്ലവർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഇസ് എ മോഡിഫൈഡ് ഷൂട്ട്. ഇനി ഒരു ആക്സിസിൽ ഒന്നിൽ കൂടുതൽ കുറെ ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കാണുന്നതിനെയാണ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഒരു ആക്സിസിൽ ഒരുപാട് ഫ്ലവേഴ്സ് ചിലപ്പോൾ നിൽക്കുന്ന കണ്ടിട്ടില്ലേ, ഈ കണിക്കൊന്നയൊക്കെ പോലെ, അതിനെയാണ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഇൻഫ്ലോറസൻസ് തന്നെ 2 തരത്തിലുണ്ട്, റെസിമോസും സൈമോസും. റെസിമോസ് ആൻഡ് സൈമോസ് ആർ ദി 2 ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്. ബേസിക് ആയിട്ട് വരുന്ന 2 കാറ്റഗറീസ്. ഇനി എന്തിന്റെ ബേസിസിലാണ് വി ആർ ക്ലാസിഫൈങ് ദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന്റെയാണ്? വെദർ ദി അപ്പെക്സ് ഗെറ്റ്സ് ഡെവലപ്ഡ് ഇൻ ടു എ ഫ്ലവർ ഓർ കണ്ടിന്യൂസ് ടു ഗ്രോ. അതായത് ഇങ്ങനെ ഒരു സ്റ്റെം ഉണ്ട്, ഇതിൽ കുറെ ഫ്ലവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, a lot of flowers are there. ഇങ്ങനെ ഒരു സ്റ്റെമ്മുമേ കുറെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഈ ആക്സിസ്, ഇതിന്റെ അപ്പെക്സ് കണ്ടിന്യൂസ് ടു ഗ്രോ ആണോ, അതോ ഇനീഷ്യലി തന്നെ ആദ്യം വരുന്ന ഫ്ലവർ ഇതിന്റെ ടിപ്പിൽ വന്നിരുന്ന് ഇതിന്റെ ഗ്രോത്ത് ടെർമിനേറ്റ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ അതിന് എന്ത് പറയും? വേറൊരു പേര് പറയും. Okay, so whether this axis continues to grow or not, based on that, there are 2 inflorescence type, racemose and cymose. ഇനി നിങ്ങൾക്ക് ഭാഗ്യത്തിന് ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടില്ല ടെക്സ്റ്റില്, പക്ഷെ ഫാമിലീസ് വരുമ്പോൾ അതിൽ വരും. So let's see what is it. രണ്ടും നോക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. റെസിമോസ് എന്ന് പറഞ്ഞാൽ ദാ ഇതുപോലെ
ഒരു ആക്സിസ് കാണാം, അതിൽ ഫ്ലവേഴ്സ് കാണാം. ഇതിന്റെ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ ആണ്. മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ ഇൻ ദ സെൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ പുതിയ പൂക്കൾ വരാൻ പോകുന്നത് മുകളിലോട്ടായിരിക്കും. അതായത് ഇഫ് ദിസ് ഇസ് ദി ആക്സിസ്, ആദ്യം വരുന്ന അതായത് ഓൾഡ് ഫ്ലവേഴ്സ് എല്ലാം താഴെയായിരിക്കും. ഓൾഡ് ഫ്ലവേഴ്സ് ഒക്കെ താഴെയായിരിക്കും. പുതിയതായിട്ട് വരുന്ന ഫ്ലവേഴ്സ് ഒക്കെ മുകളിലോട്ടായിരിക്കും. അല്ലെങ്കിൽ ഫ്ലോറൽ ബഡ്സ് കാണുക, എന്താണ് നമ്മുടെ കണിക്കൊന്നയൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ മുകളിലോട്ടായിരിക്കും. ഈ ഓർഡറിന് ഒരു പേര് പറയില്ലേ, ഇങ്ങനെ അറേഞ്ച് ചെയ്തതിന് ഒരു പേര് പറയൂല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞു തന്നു ലീഫിന്റെ കേസിൽ. ലീഫ് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിരുന്നേ, ഓർമ്മയുണ്ടോ? അക്രോപെറ്റലാണെന്ന് പറഞ്ഞില്ലേ? ഇവിടെ റെസിമോസ് ഇൻഫ്ലോറസൻസിലും സക്സഷൻ ചോദിക്കുവാണെങ്കിൽ അക്രോപെറ്റലാണ്. മീൻസ് ദി ഓൾഡർ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഓൾഡർ ഈ ലാർജർ ഫ്ലവേഴ്സ് വിൽ ബി ഇൻ ദ ബേസ് whereas the younger ones are to be on the top. ഇപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം, അവർ എങ്ങനെയായിരിക്കും ചോദിക്കുക. either they will be asking you the definition, what is racemose inflorescence, അതല്ലെങ്കിൽ ഇൻ റെസിമോസ് ഇൻഫ്ലോറസൻസിൽ ആക്സിസിന് എന്ത് പറ്റും എന്നുള്ളത്. മൂന്നാമത്തെ കേസ് ഇതിന്റെ സക്സഷൻ എന്താണെന്നുള്ളത്, അക്രോപെറ്റൽ ആണോ എന്താണ് ബേസിക് പെറ്റൽ ആണോ എന്നുള്ളത്. റെസിമോസ് എങ്ങനെയാണ്? അക്രോപെറ്റൽ ആണ്. ശരിയാണല്ലോ. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് എന്താണ് ഓർത്ത് വെക്കാൻ പറ്റുമോ? സ്പെല്ലിങ്ങിൽ 6 വരുന്നത്, റെസിമോസിന്റെ സ്പെല്ലിങ്ങിൽ 6 വരുന്നുണ്ട്, റെസിമോസിന്റെ സ്പെല്ലിങ്ങിൽ 6 വരുന്നുണ്ട്, അക്രോപെറ്റലിന്റെ എന്താണ് സ്പെല്ലിങ്ങിലും 6 വരുന്നുണ്ട്. ഇങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റുമോ? ആകെ 2 എണ്ണല്ലേ പഠിക്കാൻ പറ്റില്ല. റെസിമോസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അക്രോപെറ്റലായിരിക്കും അല്ലെങ്കിൽ ബേസിക് പെറ്റലായിരിക്കും. സോ 6 വരുന്നുണ്ടെങ്കിൽ അത് റെസിമോസിലേക്ക്, റെസിമോസ്, അക്രോപെറ്റൽ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാം പഠിക്കും. ആക്സിസ് ഗ്രോ ചെയ്യുന്നുണ്ട്, അത് പഠിക്കും. ഓൾഡർ ലീവ്സ് ഓൾഡർ ഫ്ലവേഴ്സ് താഴെയാണെന്ന് അറിയുന്നുണ്ടാവും. പക്ഷെ അതിന് അക്രോപെറ്റലിനാണോ ബേസിക് പെറ്റലിനാണോ പറയുന്നതെന്ന് മറന്നുപോകും. അത് മറക്കാണ്ടിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. 6 വെച്ച് ഓർത്ത് വയ്ക്കാം. റെസിമോസിലും 6 ഉണ്ട്, അക്രോപെറ്റലിലും 6 ഉണ്ട്. ക്ലിയർ ആണോ? ഇനി സൈമോസ് നോക്കി നോക്കിയേ. മെയിൻ ആക്സിസ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ. സി, ഇവിടുത്തെ ഓൾഡർ ഫ്ലവർ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം വന്ന് ടിപ്പിൽ വന്നിരുന്നു. ഇനി പുതിയ ഫ്ലവേഴ്സ് വരണമെങ്കിൽ, ഇപ്പൊ ഇതല്ലെങ്കിൽ തന്നെ ഇതൊരു ഓൾഡർ ഫ്ലവർ ആണെന്ന് വിചാരിക്കാം. ഇനി പുതിയ ഫ്ലവേഴ്സ് വരുന്നത് എവിടോട്ടാ? ബഡ് കിടന്നത് എവിടേക്കാ? താഴോട്ടല്ലേ? റെസിമോസിൽ എങ്ങനെയായിരുന്നു? മുകളിലേക്കായിരുന്നു. ഇവിടെ വരുന്നത് താഴോട്ടാണ്. അതായത് ഓൾഡർ ഫ്ലവേഴ്സ് തന്നെ ടിപ്പിൽ വന്ന് ഇരുന്നു. ഇനി ആ ആക്സിസിന് അങ്ങോട്ടേക്ക് ഗ്രോത്ത് ഇല്ല. ഇനി പുതിയ ഫ്ലവറൽ ബഡ്സ് വരണമെങ്കിൽ, പുതിയ ഫ്ലവേഴ്സ് വരണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ബിലോ ഇറ്റ്. അത് താഴെയാണ് വരുന്നത്. ആൻഡ് ദിസ് സക്സഷൻ ഇസ് കോൾഡ് ബേസിക് പെറ്റൽ. ഇതിന്റെ സ്പെല്ലിംഗിൽ 6 ഇല്ലല്ലോ, അങ്ങനെ ഓർത്ത് വെച്ചൂടെ? ക്ലിയർ അല്ലേ? ഇപ്പൊ ഇൻഫ്ലോറസൻസ് ചോദിക്കുവാണെങ്കിൽ അത് എന്താണെന്ന് നോക്കുക. ഒരു ഫ്ലവറിനെ ഒരു ആക്സിസിൽ അറേഞ്ച് ചെയ്യുന്നതാണ്. 2 തരത്തില്, റെസിമോസും സൈമോസും. ഓൺ വാട്ട് ബേസിസ് ദേ ആർ ക്ലാസിഫൈഡ് ആൻഡ് വാട്ട് ഇസ് റെസിമോസ്, വാട്ട് ഇസ് ദ സക്സഷൻ, വാട്ട് ഇസ് സൈമോസ്, വാട്ട് ഇസ് സക്സഷൻ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഫ്ലവർ, ഇത് എനിക്ക് തോന്നുന്നു ഐ ഡോണ്ട് ഹാവ് ടു ഗിവ് ഇറ്റ്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നോക്കട്ടെ. ആൻജിയോസ്പേമിൽ പഠിക്കുന്നല്ലേ, ഫ്ലവറിംഗ് പ്ലാന്റ്സില് റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് അല്ലേ? അല്ലേ? ഒരു പ്ലാന്റ് അതിന്റെ റീപ്രൊഡക്ഷൻ ടൈം ആകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ഒക്കെ കാണുന്ന ഈ ഫ്ലവറിലല്ലേ? ഇത് ആൻജിയോസ്പേമിന്റെ സ്പെഷ്യാലിറ്റി അല്ലേ? യെസ്. ഏത് റീപ്രൊഡക്ഷനെയാണ് ഫ്ലവർ ഹെൽപ്പ് ചെയ്യുന്നത്? സെക്ഷുവൽ റീപ്രൊഡക്ഷനെയാണ്. അല്ലാതെ ഒരു സ്റ്റെമ്മ് പോയി നമ്മൾ കട്ട് ചെയ്ത് മണ്ണിൽ നടുന്ന പോലെയല്ല. ദിസ് ഇസ് ഫ്ലവർ, ദിസ് ഇസ് മെന്റ് ഫോർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓക്കെ. 4 ഡിഫറെന്റ് വേൾഡ്സ്. ഒരു ഫ്ലവറിന്റെ 4 മെയിൻ പാർട്സ് ഏതൊക്കെയാണ്? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനോഷ്യം. ശരിയല്ലേ? ഇതിൽ ഏതാണ് ആക്സസറി ഓർഗൻസ്, ഏതാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്? ഏതാണ്? ഐ എം എക്സ്പെക്ടിങ് യുവർ ആൻസർ ആക്ച്വലി. കാലിക്സ്, കൊറോള, പിന്നെ ആൻഡ്രീഷ്യം, ഗൈനോഷ്യോ? ആൻഡ്രീഷ്യം, ഗൈനോഷ്യം റീപ്രൊഡക്റ്റീവ്. റീസൺ പറയാൻ പറ്റുമോ? അവർ ആക്സസറി ആവശ്യമില്ലാത്തവരാണോ? ഫീമെയിലിന് മെയിൻലി സെക്ഷൻ. ഡയറക്റ്റ് റീപ്രൊഡക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നത് ആൻഡ്രീഷ്യം, ഗൈനോഷ്യം ആണ്. ദി അതർ 2 ഇപ്പൊ ഗാമേറ്റ്സ് പ്രൊഡക്ഷനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ആവശ്യമില്ലെങ്കിലും അവര് വേണം. കാലിക്സ് ഈ ഫ്ലവറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരാളുമാണ്, ബഡ് സ്റ്റേജിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ്. കൊറോളയുടെ ആ ബ്രൈറ്റ് കളർ കണ്ടിട്ടാണ് പലപ്പോഴും പോളിനേറ്റേഴ്സ് ഇങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആവുന്നത്.
സോ ദേ ആർ ഇൻഡീഡ് നീഡഡ്, പക്ഷെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല. അത്രയല്ലേ ഉള്ളൂ. ഇനി പെഡിസിൽ എന്താണെന്ന് പറയാൻ പറ്റും? പെഡിസിൽ നമ്മള് ലീഫിന്റെ സ്റ്റോക്കിന് പിറ്റിയോൾ എന്ന് പറഞ്ഞില്ലേ? ലീഫിന്റെ സ്റ്റോക്കിന് ആ ഒരു പിറ്റിയോൾ എന്ന് പറഞ്ഞില്ല ലമൈനിന്. ഇതേപോലെ ഫ്ലവറിന്റെ സ്റ്റോക്കിന്, ഫ്ലവറിന്റെ തണ്ടിനെ പറയുന്ന പേരാണ് പെഡിസൽ. ക്ലിയർ ആയോ? ഇനി നിങ്ങള് നിങ്ങളുടെ NCERT-യിലെ ഫ്ലവറിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇത് പെഡിസൽ ആണെങ്കിൽ ഇതിന്റെ ടിപ്പില് ഒരു ചെറിയ എന്താണ് എക്സ്പാൻഡഡ് റീജിയൻ ഉണ്ടായിരിക്കും. ഇതുമ്പോഴാണ് ഫ്ലവേഴ്സ് എല്ലാം, ഫ്ലവേഴ്സിന്റെ പോർഷൻസ് എല്ലാം കൂടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സംഭവത്തിന് ഒരു പേര് പറയും. ഈ സ്വോളൻ എൻഡിന് ഒരു പേര് പറയും. ഓർമ്മയില്ലെങ്കിൽ നോക്കി പറഞ്ഞു. The four kinds of whorls are arranged successively on the swollen end of a stalk or pedicel. ആ സ്റ്റോക്കിന്റെ പേര് പെഡിസൽ എന്നാണ്. പക്ഷെ ആ എന്താ പറയുക, ഇവിടെ കാണുന്ന എക്സ്പാൻഡഡ് പോർഷനെ പറയുന്ന പേര് തലാമസ് ഓർ റിസെപ്റ്റക്കിൾ. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പഠിക്കുന്നുണ്ടല്ലോ ഫ്ലോറിംഗ് ഗ്ലാൻസില്. ഇത് എന്താണ്? ഫിലമെന്റ് ഇസ് അറ്റാച്ച്ഡ് ടു തലാമസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നില്ലേ? ആന്തറിന്റെ ആൻഡ്രിഷ്യത്തിന്റെ. അതൊരിക്കൽ NCERT-യിൽ ചോദിച്ചിട്ടുള്ളതാണ്. ദാ ഈ ഭാഗം ഇത് പെഡിസൽ ആണെങ്കിൽ ഈ ഒരു എക്സ്പാൻഡഡ് പോർഷൻ നമ്മൾ ഇത് പറയില്ലേ, തലാമസ്. റിസെപ്റ്റിക്കിൾ, ഈ പെഡിസലിന്റെ അറ്റത്ത് കാണുന്ന ഭാഗം, ഇവിടെയാണ് എല്ലാ 4 വേൾസ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ +2-ലെ ഡയഗ്രം ആണ്, കാണാലോ. സെപ്പൽ കാണാം. സെപ്പൽ എന്തിന്റെ യൂണിറ്റാ? സെപ്പൽ ഇസ് ദി യൂണിറ്റ് ഓഫ് സെപ്പൽ. കാലിക്സിന്റെ, കാലിക്സ് എന്ന് പറയുന്ന ആ വേൾഡിന്റെ പേരാണെങ്കിൽ അതിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന്റെ പേരാണ് സെപ്പൽ. കൊറോളയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റിന്റെ പേരാണ് എന്ത്? പെറ്റൽ. യെസ്. ആൻഡ്രീഷ്യത്തിന്റേതോ? ആൻഡ്രീഷ്യം സ്റ്റാർട്ട്സ് വിത്ത് യെസ്. ഓക്കെ, ഇത്രേ ക്ലൂ തരുന്നു. ആൻഡ്രീഷ്യം. ഇനിയും പറയാൻ പറ്റുന്നില്ല. സ്റ്റേമൻ. സ്റ്റേമൻ, ആ സ്റ്റേമന്റെ 2 പോർഷൻ അല്ലേ, ആന്തറും ഫിലമെന്റും. ഓക്കെ, സി ഈ ചാർട്ട് നോക്കാം. ഈ ചാർട്ട് നോക്കാം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഫ്യൂസ്ഡ് സ്റ്റേറ്റിനെയും ഫ്രീ സ്റ്റേറ്റിനെയും എന്താ പറയാന്നുള്ളത്. കാലിക്സും കൊറോളയും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. സോ കാലിക്സിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് അല്ലെങ്കിൽ സെപ്പൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കാലിക്സ്, പെറ്റൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കൊറോള, stamens together are called the andrecium, and carpel is the unit of gynoecium. Carpel അല്ലെങ്കിൽ pistil എന്നൊക്കെ പറയുന്നത്. ഓക്കെ, 2 gynoecium ആയിട്ട് റിലേറ്റഡ് ആണ്. ഫംഗ്ഷൻ നോക്കുവാണെങ്കിൽ കാലിക്സ്, ഇറ്റ് ഈസ് ഗ്രീൻ ലീഫ് ലൈക്ക് ആൻഡ് പ്രൊട്ടക്ട് ദ ഫ്ലവർ ഇൻ ദ ബഡ് സ്റ്റേജ്. ശരിയല്ലേ? കാലിക്സ് അതാണ് ബഡ് സ്റ്റേജില് ഫ്ലവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇനി ഈ സെപ്പൽസ്, അതായത് ചില ഫ്ലവേഴ്സില് സെപ്പൽസ് ഫ്രീ ആയിട്ട്, അതായത് യുണൈറ്റഡ് ആയിരിക്കില്ല. അവർ ഒറ്റയ്ക്ക് നിൽക്കുകയായിരിക്കും. ഒരു 5 സെപ്പൽ ഉണ്ടെങ്കിൽ ആ 5 സെപ്പലിലും ഒരുമിച്ച് നമ്മൾ കാലിക്സ് എന്ന് പറയും. പക്ഷെ 5 സെപ്പൽ തമ്മിലൊരു കണക്ഷൻ കാണില്ല. അവരിങ്ങനെ ഒറ്റയ്ക്ക് വിട്ട് നിൽക്കുന്നവരായിരിക്കും. സോ ഫ്രീ ആണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് പോളിസെപ്പാലസ്. നിങ്ങൾ ഫാമിലി പഠിക്കുമ്പോൾ പഠിക്കും, ഫ്ലവറിന്റെ എന്താണ് ക്യാരക്ടേഴ്സ് പഠിക്കുമ്പോൾ സെപ്പൽസ് പോളിസെപ്പാലസ് എന്ന് പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സെപ്പൽസ് എങ്ങനെയുള്ളതെന്നാണ്? ഫ്രീ ആണെന്നാണ് അർത്ഥം, യുണൈറ്റഡ് അല്ല. ഇനി അവര് യുണൈറ്റഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ, ഫ്യൂസ് ചെയ്ത് ഒന്നും വേറൊന്നിനോട് ഫ്യൂസ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ അതിനെ ഗാമോസെപ്പാലസ് എന്ന് പറയും. ഗമി, ഗാമോ നമ്മള് ഫ്യൂഷനിലെ കാണിക്കുന്നത് സിംഗമി, ഗമി, റൈറ്റ്? സോ ഗാമോസെപ്പാലസ് ഇസ് ഫ്യൂസ്ഡ് സെപ്പൽസ് ആൻഡ് പോളിസെപ്പാലസ് ആർ ഫ്രീ സെപ്പൽസ്. കൊറോള നോക്കി നോക്കൂ, ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ പെറ്റൽസ് എന്ന് പറയും. ആൻഡ് ദേ ആർ യൂഷ്വലി ബ്രൈറ്റ്ലി കളേർഡ് ടു അട്രാക്ട് ദി pollinators. And if they are in a fused state, it is gamopetalous. And free ആണെങ്കിൽ അതിനെ polypetalous എന്ന് പറയും. Andrecium യൂണിറ്റ് സ്റ്റേമൻ ആണ്. This is the male reproductive part. ഇനി ആൻഡ്രീഷ്യം, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഒരു 10 സ്റ്റേമൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇതിൽ നോക്കാം, ഒരു 10 സ്റ്റേമൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 10 സ്റ്റേമനും ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുവാണ്. ദേ ഡോണ്ട് ഹാവ് എനി ഫ്യൂഷൻ ഇൻ ബിറ്റ്വീൻ.
അങ്ങനെയാണെങ്കിൽ അത് ഫ്രീ ആണെന്ന് പറയും. ഇനി എല്ലാവരും ഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഫ്യൂഷൻ എന്ന് പറയുന്നത് ചിലപ്പോ എന്താണ്, ഇപ്പൊ പീ പ്ലാന്റിൽ എടുത്തു നോക്കി. ഞാൻ എന്താണ് പീ പ്ലാന്റിനെ കുറിച്ചിട്ട് ഫാമിലി പറയുമ്പോൾ അടുത്തതിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഇത്രയും ഓർത്ത് വയ്ക്കാം. ഇപ്പൊ ഒരു 10 സ്റ്റേമൻ ഉണ്ടെന്ന് ചോദിക്കാം. അപ്പൊ പീ പ്ലാന്റ് ആണെങ്കിൽ എങ്ങനെയാണെന്നറിയോ? ഇതില് 9 ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, ഒരാള് വേറെയാണ്. 9 ആൾക്കാര് ഒരു ബണ്ടിലായിട്ട് നിൽക്കുകയാണ് ഒരുമിച്ച്, ഒരാള് ഒറ്റയ്ക്കാണ്. അപ്പൊ അവിടെ എത്ര ബണ്ടിൽ ഉണ്ടെന്ന് നിങ്ങൾ പറയും? അല്ലെങ്കിൽ എത്ര സെറ്റ് സ്റ്റേമൻ ഉണ്ട് അവിടെ? പീ പ്ലാന്റിന്റെ കേസിൽ സ്റ്റേമൻ 10 എണ്ണം ഉണ്ട്, 10 സ്റ്റേമൻ. ഇതില് 9 is together, 1 is alone. So how many bundles are there? 2 ബണ്ടിൽസ് അല്ലേ ഉള്ളത്? ഒരെണ്ണത്തിന്റെ ഒരു സെറ്റും 9 എണ്ണത്തിന്റെ വേറെ സെറ്റും. ഒരെണ്ണത്തിന്റെ ഒരു സെറ്റും 9 constitute one another set. ശരിയല്ലേ? സോ അതിനെ ഡൈഅഡൽഫസ് എന്ന് പറയും. ഡൈഅഡൽഫസ് പലപ്പോഴും ചോദിക്കാറുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡൈഅഡൽഫസ്? പീ പ്ലാന്റ് ആണ്, നമുക്കത് നോക്കാം. ഞാൻ ഡൈഅഡൽഫസ് എന്താന്ന് പറഞ്ഞത് മനസ്സിലായോ? സ്റ്റേമൻ എല്ലാം ഒന്നിനൊന്നും ഒരു കണക്ഷനും ഇല്ലാണ്ട് എല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ അതിനെ പറയുന്ന പേര് പോളിയാൻഡ്രസ് എന്നാണ്. പോളിയാൻഡ്രസ് എന്നാണ്, പോളിയാൻഡ്രസ്. ആ പോളി എന്നുള്ള ടേം വരുമ്പോ ഫ്രീ സ്റ്റേറ്റിലാണ്. പോളിസെപ്പാലസ്, പോളിപെറ്റാലസ്, പോളിയാൻഡ്രസ്. ഓക്കെ, ആൻഡ്രീഷ്യം, ആൻഡ്രസ്, അങ്ങനെ ഓർത്തു വയ്ക്കാം. ഇനി ഇവര് ഫ്യൂസ്ഡ് ആണെങ്കിൽ തന്നെ ആ ഫ്യൂഷന് തന്നെ പല വേരിയേഷൻസ് ഉണ്ടാവും. ചിലതുകൾ 2 സെറ്റ് ആയിട്ടായിരിക്കും. അതായത് ഒരു 10 എണ്ണം ആണെങ്കിൽ 5 എണ്ണം ഒരെണ്ണം, 5 എണ്ണം വേറെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ അവിടെ 2 ബണ്ടിലുണ്ട്. സോ ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് ഡൈഅഡൽഫസ്. ഇനി എല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റ ബണ്ടിലാണെങ്കിൽ, ഇഫ് ദർ ഇസ് ഓൺലി 1 ബണ്ടിൽ, അതിന്റെ പേരെന്തായിരിക്കും? നിങ്ങൾ തന്നെ പറ, അതിന്റെ പേരെന്തായിരിക്കും? മോണോ അഡൽഫസ് ആയിരിക്കില്ലേ? 2ൽ കൂടുതൽ ബണ്ടിൽ ഉണ്ടെങ്കിൽ അതിന്റെ പേരെന്തായിരിക്കും? പോളി അഡൽഫസ് എന്നായിരിക്കും. യെസ്. ഇനി ഗൈനേഷ്യം കാർപ്പൽ ആണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആണ്. അഗൈൻ സിൻ എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗമി, ഫ്യൂഷനെയാണ് കാണിക്കുന്നത്. സോ ഇഫ് ദേ ആർ ഇൻ എ ഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഇറ്റ് ഇസ് സിൻ കാർപ്പസ്, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഫ്രീ ഇറ്റ് ഇസ് അപ്പോകാർപ്പസ്. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, എന്താണ് വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ അപ്പോകാർപ്പസ്? അപ്പോകാർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം? കാർപ്പൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോകാർപ്പസ്. കാർപ്പൽ ഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ യു കുഡ് ഹാവ് കോൾഡ് ഇറ്റ് ആസ് സിൻകാർപ്പസ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇൻ സം ഫ്ലവേഴ്സ്, ഫോർ എക്സാമ്പിൾ ലിലിയുടെ ഫാമിലി അല്ലെ ലിലി ഫ്ലവേഴ്സ് നോക്കുവാണെങ്കിൽ കാലിക്സ് എന്നും കൊറോള എന്നും പറഞ്ഞു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണില്ല. ബാക്കി ഫ്ലവേഴ്സിൽ കാണുന്ന പോലെ ഇത് കാലിക്സ്, ഇത് കൊറോള. They don't have a distinction between, I mean differentiation between them. Differentiation അല്ല, അവർ സെപ്പറേറ്റഡ് ആയിരിക്കില്ല. ഇൻസ്റ്റഡ് ഒരുമിച്ച് അവരെ പറയുന്ന പേരാണ് പെരിയാന്തം. So in lily the calyx and corolla are not distinct and are termed as perianthum. ഇനി കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുമ്പോൾ എല്ലാ വേൾഡ്സും ഉണ്ടായിരിക്കും. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനേഷ്യം, 4 വേൾഡ്സ് ഉള്ള ഫ്ലവറിനെയാണ് കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരേ ഫ്ലവറിൽ തന്നെ മെയിലും ഫീമെയിലും വരുവാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ബൈസെക്ഷൽ ഫ്ലവർ. ബൈസെക്ഷൽ ഫ്ലവർ. എ ഫ്ലവർ ഹാവിംഗ് ഐദർ ഓൺലി സ്റ്റേമൻ ഓർ കാർപ്പൽ ഈസ് യൂണിസെക്ഷൽ. അതായത് ഒന്നുകിൽ മെയിൽ ഫ്ലവർ എന്നോ അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവർ എന്നോ നമുക്ക് വിളിക്കാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് യൂണിസെക്ഷൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പ്ലാന്റ് പഠിച്ചപ്പോഴേ ഇതേപോലെ 2 പേരും ഒരെണ്ണത്തിൽ വന്നു കഴിഞ്ഞാൽ പൈനസ് പറഞ്ഞു മെയിൽ കോണം ഫീമെയിൽ കോണം സെയിം ട്രീയിലാണെന്ന്. സോ അതിന് നമ്മൾ ആ പ്ലാന്റിനെ അഡ്രസ് ചെയ്യാൻ ഒരു വേർഡ് യൂസ് ചെയ്തിരുന്നു. ഡു യു റിമെമ്പർ ദാറ്റ്? മൊണോഷ്യസ്. യെസ്. ഇവിടെ മൊണോഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, മെയിലും ഫീമെയിൽ ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാലും മെയിലും ഫീമെയിലും ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയട്ടെ. കാരണം കുറച്ച് കഴിയുമ്പോ മൊണോഷ്യസ് എന്ന് പറയുന്നതും ബൈസെക്ഷൽ എന്ന് പറയുന്നതും മീനിങ് മറന്നുപോകും നിങ്ങൾ. മെയിലും ഫീമെയിലും ഒരേ പ്ലാന്റിലാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് മൊണോഷ്യസ് പ്ലാന്റ്. മോണോ നമ്മൾ 1 എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നല്ലേ, ഒരേ ആളിൽ തന്നെ 2 പേരുണ്ട്. അങ്ങനെ ട്രിക്ക് ആലോചിച്ച് ബൈസെക്ഷൽ യൂണിസെക്ഷലിലോട്ട് വരുമ്പോ
മോണോ എന്ന് പറയുന്നതിന് ഈക്വലന്റ് ആയിട്ട് ഇവിടുന്ന് നിങ്ങൾ ഏതായിരിക്കും സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക പഠിച്ചിട്ടില്ലെങ്കിൽ? മൊണോഷ്യസ് എന്ന് പഠിച്ചു. മൊണോഷ്യസ് എന്താണെന്ന് അറിയാം. മെയിലും ഫീമെയിലും ഒരാളിൽ തന്നെ ഉണ്ട്. ബൈസെക്ഷലും യൂണിസെക്ഷലും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ചുമ്മാ കണ്ണടച്ച് വിചാരിക്കുകയാണ് ഇതായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും വിചാരിക്കാൻ ഉദ്ദേശിക്കുക? മോണോ എന്ന് പറയുന്നതിനോട് സിമിലാരിറ്റി കാണിക്കുന്നത് ഏത് പേരാ ഇവിടെ? യൂണി അല്ലേ? അല്ലേ? ആണോ? അതോ എനിക്ക് തോന്നുന്നതാണോ? മോണോ 1 ആണ്. യൂണി എന്ന് പറയുന്നതും ഒന്ന് തന്നെയല്ലേ? അല്ലേ? എനിക്ക് തോന്നണാണോ? എന്നാ അങ്ങനെയല്ലാന്ന് ഇപ്പൊ തന്നെ മനസ്സിലോർക്കുക. ആ ഒരു മാച്ച് അവർ തമ്മിൽ ഇല്ലാന്ന് മനസ്സിലായോ? അവിടെ മോണോ രണ്ടുപേരുള്ളതാണെന്ന് പഠിച്ച്, ഇവിടെ യൂണിസെക്ഷലാണ് രണ്ടുപേരുള്ളതെന്ന് പഠിച്ചു വെക്കരുതെന്ന്. അങ്ങനെ ഒരു മാച്ച് ഇവർ തമ്മിൽ ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തു വെക്കാം. ഞാൻ പറയുന്നത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാൻ വെറുതെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതെ, ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് പിള്ളേർ തെറ്റിക്കുന്ന കണ്ടിട്ടുണ്ട്. അവരെല്ലാ ഡെഫിനിഷനൊക്കെ പഠിക്കും. പക്ഷെ ആ സമയം എത്തുമ്പോഴേ ഇതിൽ ഏതാ മൊണീഷ്യസ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഉള്ളതാണെന്ന് ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ യൂണിസെക്ഷല് ബൈസെക്ഷല് അവിടെ കൺഫ്യൂഷൻ വരും. അപ്പൊ ഓർത്ത് വെക്കാനാണ് ഞാൻ പറഞ്ഞത്. ഒന്നെങ്കിൽ ഓർക്കുക, സാധാരണ രീതിയിൽ മാച്ച് അല്ലാത്ത 2 സബ്ജക്റ്റുകളാണ് ഇവിടെ മാച്ച് ആവുന്നത്, മാത്സും ബയോളജിയും. നമ്മൾ പറയില്ല, ഒന്നെങ്കിൽ മാത്സ് ആയിരിക്കും, മാത്സിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബയോളജി ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ മാത്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമായിരിക്കും, അങ്ങനെ പറയുമല്ലോ. അപ്പൊ ഇവിടുത്തെ കോമ്പിനേഷൻ ഒരു റയർ കോമ്പിനേഷൻ ആണെന്ന് വെക്കാം. മാത്സും ബയോളജിയും ആണ് ഒരുമിച്ച്. മൊണോഷ്യസും ബൈസെക്ഷൽ ആണ് ഒരുപോലത്തെ ആൾക്കാർ. ഓക്കെ, അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ മറ്റേത് ഓർത്തൂടെ? ഡയോഷ്യസും യൂണിസെക്ഷൽ ആണെന്ന് ഒരുമിച്ച് ഓർത്തൂടെ? ഓക്കെ, ഇനി അടുത്തത് സിമ്മട്രി ഓഫ് ഫ്ലവർ. സിമ്മട്രി ഓഫ് ഫ്ലവർ. ആനിമൽ കിങ്ഡത്തിൽ സിമ്മട്രി പഠിച്ചോ? ആനിമൽസിനെ ഇങ്ങനെയും ഇങ്ങനെയും ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് പഠിച്ചില്ലേ? ആ, അത് തന്നെയാണ് ഇവിടെ. അവിടെ പഠിക്കുന്ന ടേമുകൾ എന്തൊക്കെയാണ്? റേഡിയല്, ബൈലാറ്ററല്, അസിമെട്രി. ഓക്കെ, ഇവിടെ ഈ പറയുന്ന റേഡിയലിനൊക്കെ വേറെ പേര് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. റേഡിയൽ സിമെട്രി ഈസ് അതർവൈസ് കോൾഡ് ആക്ടിനോമോർഫിക്. ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ് എന്നാണ് പറയാ. റേഡിയൽ സിമെട്രി കാണിക്കുന്ന ആൾക്കാരെ ആക്ടിനോമോർഫിക് എന്നാണ് പറയാ. ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നവരെ സൈഗോമോർഫിക് എന്ന് പറയും. പിന്നെയുള്ളവരെ അസിമെട്രിക് ആണ്, അവർ ഇറഗുലർ ആണെന്ന് പറയും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എക്സാമ്പിൾ. ഇതിന്റെ തിയറി ഞാൻ പറയുന്നത് ആ ഡയഗ്രം നോക്കിയാൽ മതി. ഒരു ഫ്ലവറിനെ സെൻട്രലിൽ കൂടെ കടന്നു പോകുന്ന എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈക്വൽ ഹാഫ് കിട്ടുവാണെങ്കിൽ അത് എന്തായിരിക്കും? സി, എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇഫ് യു ഗെറ്റ് ഈക്വൽ ഹാഫ്സ്, അതിനെന്താ പറയാ? റേഡിയൽ സിമെട്രി ഓർ ആക്ടിനോമോർഫിക്. ഇഫ് ഓൺലി ഇൻ വൺ പ്ലെയിൻ, in one vertical plane you can divide them into two equal halves, right left ആക്കി മാറ്റുവാണെങ്കിൽ it is called bilateral symmetry or zygomorphic. ഇനി എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും if you can't get equal halves it is called asymmetrical. ക്ലിയർ ആണോ? എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ ആൾക്കാരെ ആയിരിക്കാം? മസ്റ്റാർഡ്, ചില്ലി, ഡെറ്റൂറ. എങ്ങനെ പഠിക്കാന്നറിയോ? ആക്റ്റീവ് മമ്മിയും ചില്ലിങ് ഡാഡിയും. ഓക്കെ, ആക്റ്റീവ് മമ്മി, ചില്ലിങ് ഡാഡി. ഇവിടെ CHI എന്നോ മറ്റോ വെച്ചിട്ടുള്ള നിമോണിക്ക് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻ വെച്ചാലോ എന്ന് വെച്ചാൽ, ചില്ലി എന്ന് പറയുന്നത് ഇതിൽ മാത്രമല്ലേ ഓപ്ഷൻ വരുന്നുള്ളൂ. ചില്ലി എന്ന് പറയുന്നത് ഇവിടെയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ, ചില്ലിനെ പറ്റി മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ട്രിക്ക് പറഞ്ഞത്. ആക്റ്റീവ് മമ്മിയും ചില്ലിങ് ഡാഡിയും. ആക്റ്റീവ് ആക്ടിനോമോർഫിക്, മസ്റ്റാർഡിനെയാണ് മമ്മി ആക്കിയത്, ചില്ലിനെയാണ് ചില്ലിങ് ആക്കിയത്, ഡാഡിനെയാണ് ഡെറ്റൂറ. ക്ലിയർ ആണോ? ആക്റ്റീവ് മമ്മി ചില്ലിങ് ഡാഡി. അങ്ങനെ പഠിച്ചാൽ മറക്കുമോ നിങ്ങള്? ഓപ്ഷൻ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും, നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. ആക്ടിനോമോർഫിക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഡെറ്റൂറ ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ, നമ്മൾ ഡെറ്റൂറ ഇവിടെ മാത്രമാണ് എക്സാമ്പിൾ പറയുന്നത്, പിന്നെ ഫാമിലിയിൽ വരും, ഡസൻ മാറ്റർ, ഇവിടെ വരുന്നത്. അപ്പൊ ഡെറ്റൂറ ഓർക്കാൻ പറ്റുമല്ലോ, ആക്റ്റീവ് മമ്മി ചില്ലിങ് ഡാഡി. ബൈലാറ്ററല് ബൈ എന്ന് പറഞ്ഞാൽ രണ്ടല്ലേ? അപ്പൊ ഇങ്ങനെ ഓർക്കാം, പെയറുകൾ വരുന്ന ഗ്രൂപ്പാണ് പെയർ. ഞാൻ പെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവര് തമ്മിൽ ശരിക്കും പെയർ ആണെന്നല്ല, പക്ഷെ ചില ആൾക്കാരുണ്ട് ഒരുമിച്ച് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്.
ഞാൻ അന്ന് ആൽഗ എടുത്തപ്പോ പറഞ്ഞിരുന്നു യൂലോത്രിക്സും സ്പൈറോഗൈറിനെയും നമുക്കൊരു കപ്പിൾ ആക്കാം എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ പീനെയും ബീൻസിനെയും ഒരു ഫാമിലിയാണ് അവര്. പീയും ബീൻസും ഒരു കപ്പിളാണ്, ഒരു ഒരുമിച്ച് എക്സാമ്പിൾ വരുന്നവരാണ്. അതുപോലെ കാഷ്യയും ഗുൽമോഹറും ഇനി നിങ്ങൾക്ക് പഠിക്കാൻ കിടക്കുന്ന സ്ഥലത്ത് അവർ ഒരുമിച്ച് വരുന്ന ആൾക്കാരാണ്. സോ ബൈലാറ്ററൽ, ബൈ ഇസ് ഫോർ ടു. ഇപ്പൊ കപ്പിൾസ് വരുന്നവര്, രണ്ട് പെയർ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ബൈലാറ്ററൽ ആണ്. പിയും ബീനും ഒരു കപ്പിളാണ്, ഗുൽമോഹറും കാഷ്യയും ഒരു കപ്പിളാണ്. ഓക്കെ ആണോ? ഇനി എസിമെട്രി കാണുന്നത് കെന്ന, ഇതും വേറെ എവിടെയും എക്സാമ്പിൾ ആയിട്ട് വരുന്നില്ല. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് ഫ്ലവറിന്റെ എന്താണ് നമ്പർ ഓഫ് പെറ്റല്, നമ്പർ ഓഫ് ടെപ്പല്, ഇതൊക്കെ ചിലപ്പോ 3 മൾട്ടിപ്പിൾ ആയിരിക്കാം, 4 മൾട്ടിപ്പിൾ, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അതിനെ ട്രൈമറസ്, ടെട്രാമറസ്, പെൻഡാമറസ് എന്ന് പറയും. ഇനി ലീഫിന്റെ ആക്സില് സ്റ്റിപ്യൂൾ എന്ന് പറയുന്ന ഒരു എന്താണ് സ്ട്രക്ചർ പറഞ്ഞിരുന്നു. അതേപോലെ ഫ്ലവറിന്റെ സ്റ്റോക്ക്, അതായത് പെഡിസലിന്റെ അവിടെയും ചെറിയൊരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും. അതിനെയാണ് ബ്രാക്ട് എന്ന് പറയുന്നത്. ചില ഫ്ലവേഴ്സിൽ ബ്രാക്ട് ആയിരിക്കും നല്ല ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ബ്രാക്ട് എന്ന് പറയുന്ന ഒരു റെഡ്യൂസ്ഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ദാറ്റ് ഇസ് ഫൗണ്ട് അറ്റ് ദ ബേസ് ഓഫ് പെഡിസൽ. ഇനി ഫാമിലി പഠിക്കുമ്പോൾ ഈ ബ്രാക്ട് എന്നുള്ള വേർഡ് വരും കേട്ടോ. ഇനി അടുത്തത് ഇതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. ഈ 4 വേൾഡ്സ് അവര് തലാമസിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഹൗ ദ what is the position of calyx, corolla and andrecium with respect to ovary? Ovary എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്, ഫീമെയിലിന്റെ ഭാഗമാണ് അല്ലെ, ഗൈനീഷ്യത്തിന്റെ ഭാഗമാണ്. ഈ ഫീമെയിലിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഓർക്കാൻ എളുപ്പത്തിന് പറയുവാണ്, വിത്ത് റെസ്പെക്ട് ടു ഓവറി ദി അതർ 3 എന്താണ് പാർട്സ് ആർ അറേഞ്ച്ഡ് in which manner? Based on that the ovary അല്ലെങ്കിൽ ആ കണ്ടീഷൻ അല്ലെങ്കിൽ ആ അറേഞ്ച്മെന്റിനെ പറയുന്നതാണ് ഹൈപ്പോഗൈനസ് കണ്ടീഷൻ, പെരിഗൈനസ് കണ്ടീഷൻ, എപ്പിഗൈനസ് കണ്ടീഷൻ. ഹൈപ്പോ, പെരി, എപ്പി. ഓരോന്ന് എന്താന്ന് നോക്കാം. നിങ്ങൾ പ്രീവിയസ് ഇയർ നോക്കിയാൽ മതി കേട്ടോ. ഇതൊക്കെ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് എക്സാമ്പിൾ ആണ് എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ടാവും മിക്കതും. ഓർക്കാനുള്ള എളുപ്പവഴി നമുക്ക് പഠിക്കാം. ഹൈപ്പോഗൈനസ് വിത്ത് റെസ്പെക്ട് ടു ഓവറി, ബാക്കി എല്ലാവരും എങ്ങനെയാണ്? ഹൈപ്പോ എന്ന് പറയുമ്പോൾ നമ്മൾ താഴെയാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഹൈപ്പോ വിചാരിച്ചേക്കാളും താഴെയല്ലേ ഹൈപ്പോ? ഹൈപ്പോ അല്ലേ? ആണോ? ഹൈപ്പർ കൂടിയതും ഹൈപ്പോ കുറച്ച് കുറഞ്ഞതും താഴെയാണെന്നല്ലേ വിചാരിക്കുന്നത്? ഹൈപ്പോ, ഹൈപ്പോട്ടോണിക്, ഹൈപ്പർട്ടോണിക് എന്നൊക്കെ പറഞ്ഞ് പഠിക്കില്ലേ? കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ ഹൈപ്പോട്ടോണിക്. ഓക്കെ, അപ്പൊ താഴെയുള്ളത് ഹൈപ്പോഗൈനസ്. ഓർത്ത് വെക്കാം. ഓവറീനെ വെച്ച് നോക്കുമ്പോൾ ബാക്കി എല്ലാവരും താഴെയാണെങ്കിൽ ഹൈപ്പോഗൈനസ്. ഗൈനീഷ്യം, ഗൈനീഷ്യം ആണെന്ന് വിചാരിക്കുക. ഗൈനസ്, ഗൈനസ്യത്തിനേക്കാളും താഴെയാണ് ബാക്കി എല്ലാവരും നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഹൈപ്പോഗൈനസ് ആണ്. സോ ഹൈപ്പോഗൈനസ് കണ്ടീഷനിലെ ഡയഗ്രാം നോക്കാം. ഓവറി ഓക്യുപ്പൈസ് ദ ഹയസ്റ്റ് പൊസിഷൻ, ശരിയല്ലേ? ബാക്കി എല്ലാവരും ആൻഡ്രീഷ്യം, കൊറോള, നമ്മുടെ കാലിക്സ്, ദി അതർ 3 വേൾഡ്സ് ആർ ബിലോ ഇറ്റ്, സോ ഇറ്റ് ഇസ് ഹൈപ്പോഗൈനസ്. So the gynecium occupies the highest position while the other parts are situated below it. It is the hypogynous. ഇവിടെ ovary superior അല്ലേ? ovary അല്ലേ വലിയ ആളായിട്ട് മോളിൽ കയറിയിരിക്കുന്നത്. So ovary is such flowers to be superior. Example നമുക്ക് എങ്ങനെ പഠിക്കാന്ന് അറിയോ? See, ട്രിക്സോ ഇതോ ഒന്നും അല്ല പ്രശ്നം, നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അത് മര്യാദയ്ക്ക് ട്രിക്കൊന്നും ഇല്ലാണ്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം. പക്ഷെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, മറന്നു പോവില്ലേ? അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഒന്ന് വായിച്ചേ. ചിമ്പു, എച്ച്. ചിമ്പുവിന്റെ ചിമ്പു എന്ന് പറയുന്ന ഒരു കൊച്ചും ആ കൊച്ചിന്റെ ഇനീഷ്യലാണ് ചിമ്പു എച്ച്. ഞാൻ സാധാരണ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ചിമ്പു എച്ച് ആണ്. കാരണം അവർക്ക് ചിമ്പുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. എന്താണെന്നറിയോ ചിമ്പു എച്ച്? CHI. CHI is for China rose. CHI, China rose. M is for mustard. Yes. B is for brinjal. Yes. H is for hypogynous. അത്രേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എച്ചിനെ ഞാൻ പുതിയതായിട്ട് ചിമ്പു എന്ന് പഠിച്ചു വെക്കും. പക്ഷെ ഈ ചിമ്പു ആരുടെ എക്സാമ്പിൾ ആണെന്ന് ഓർക്കില്ല. ഇതിപ്പോ പെരിഗൈനസ് ആണോ എപ്പിഗൈനസ് ആണോ അത് ഓർമ്മയുണ്ടാവില്ല.
അതോ സിമ്മട്രി ആണോ എന്താണെന്നൊന്നും ഓർമ്മയില്ല. അപ്പൊ അതിന് പകരമാണ് അത് ഒഴിവാക്കാൻ ടു ബി ഓൺ ദി സേഫർ സൈഡ് ചിമ്പുവിന് ഒരു ഇനീഷ്യലും കൂടി കൊടുത്ത് എച്ച് കൊടുത്ത് ചിമ്പു എച്ചാക്കി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹൈപ്പോഗൈനസ് എന്താന്ന് മറക്കോ? ഹൈപ്പോഗൈനസ് ഓക്കെ, ഗൈനീഷ്യത്തിനെ കൊണ്ട് മുകളിൽ ഇരുത്തി സുപ്പീരിയർ ആക്കി ഓവറീന്, എന്നിട്ട് ബാക്കി എല്ലാവരും താഴെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അതാണ് എന്ത്? ഹൈപ്പോഗൈനസ് അല്ലെങ്കിൽ സുപ്പീരിയർ ഓവറി. പെരിഗൈനസ്, രണ്ട് ഡയഗ്രം ഉണ്ട് പെരിഗൈനസിന്. എന്താണ്? മുകളിലും അല്ല താഴെയും അല്ല, ഏകദേശം ഒരുമിച്ച്. മുകളിലും അല്ല താഴെയും അല്ല. ഗൈനീഷ്യം ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സെന്റർ. ഡയഗ്രത്തിൽ കാണുന്നുണ്ടോ? And the other parts of the flower are located on the rim of thalamus almost at the same level. അതായത് ഓവറീനെ അല്ലെങ്കിൽ നമ്മുടെ ഗൈനീഷ്യത്തിനെ പിടിച്ച് സെന്ററിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്, ലേഡീനെ പിടിച്ച് സെന്ററിൽ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കി എല്ലാവരും തലാമസിന്റെ ആ റിമ്മിൽ കാണാം ഓൾമോസ്റ്റ് ഒരു സെയിം ലെവലിൽ തന്നെ അവർ നിൽക്കുന്ന പോലെ. ശരിയല്ലേ? ഏകദേശം ഒരു സെയിം ലെവലിലല്ലേ അവർ നിൽക്കുന്നത്. അപ്പൊ അതിനെ പെരിഗൈനസ് എന്ന് പറയും. പെരിഗൈനസ്. ഓവറിന് എന്തായിരിക്കും പറയാം ഇവിടെ? മുകളിലും അല്ല താഴെയല്ല, അപ്പൊ എന്ത് പറയും? ഹാഫ് ഇൻഫീരിയർ ആണെന്ന് പറയും. ഹാഫ് ഇൻഫീരിയർ ആണെന്ന് പറയും അല്ലെ? കുറച്ച് താഴേക്കാണ്, എന്നാ ഫുള്ള് താഴേക്കും അല്ല. എക്സാമ്പിൾ ഇങ്ങനെ തന്നെ പഠിക്കാം. പ്ലം റോസ് പീച്ച്, ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോവാവുന്ന പേരാണ് പ്ലം റോസ് പീച്ച്. പ്ലം റോസ് പീച്ച്, PRP. പെരിഗൈനസ് പി വെച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. എക്സാമ്പിളും PRP ആണ്. പ്ലം റോസ് പീച്ച്, പ്ലം റോസ് പീച്ച്. ഓക്കെ ആണോ? ഇവിടെ ലേഡീനെ കുറച്ച് കൊണ്ട് മുകളിലിരുത്തി ഹൈപ്പോഗൈനസ്. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് തലയിൽ കയറി ഇരിക്കേണ്ട, കുറച്ച് താഴേക്ക് ആയിക്കോളാൻ പറഞ്ഞു. അപ്പൊ അത് ഹാഫ് ഇൻഫീരിയർ ആയി. അടുത്തത് അപ്പൊ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ട് വിൽ ബി നെക്സ്റ്റ്? നമ്മുടെ ലേഡി എവിടെ ഇരിക്കും? എവിടെയായിരിക്കും? താഴെ. എബോ നമ്മൾ പറഞ്ഞല്ലോ, ഓവറി അല്ലേ. ഞാൻ ലേഡി ലേഡി എന്ന് വിളിക്കുന്നത് നമ്മുടെ ഓവറീനെയാണ്. കാരണം ഫീമെയിൽ പാർട്ട് അതല്ലേ. ഗൈനീഷ്യൻ അല്ലേ ഫീമെയിൽ പാർട്ട്. ഹൈപ്പോഗൈനസിൽ ആള് മുകളിലായിരുന്നു, ആള് സുപ്പീരിയർ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ആള് ഹാഫ് ഇൻഫീരിയർ ആയി. ഓക്കെ, താഴേക്ക് ഇറങ്ങി തുടങ്ങി, ഹാഫ് ഇൻഫീരിയർ ആയി. മൂന്നാമത്തെ കണ്ടീഷൻ വരുന്ന ഏതാ? ഇൻഫീരിയർ ആയ ആള്. എന്താ അതിന്റെ കാരണം? ഗൈനീഷ്യൻ താഴെ. ഓക്കെ, സോ ഡെഫിനിഷൻ നോക്കുക. ദ മാർജിൻ ഓഫ് തലാമസ് ഗ്രോസ് അപ്വേർഡ് എൻക്ലോസിംഗ് ദി ഓവറി. ഓവറി ആണ്, ഓവർ അല്ല, ഓവറി. ഇവിടെ ഒരു വൈ ഉണ്ട് കേട്ടോ, ഒരു വൈ ഉണ്ട്. ഓവറി കംപ്ലീറ്റ്ലി ആൻഡ് ഗെറ്റിംഗ് ഫ്യൂസ്ഡ് വിത്ത് ഇറ്റ്. ദി അതർ പാർട്സ് ഓഫ് ഫ്ലവർ അറൈസ് അബൌവ് ദി ഓവറി. ശരിയാണോ നോക്കിയേ? മാർജിൻ ഓഫ് തലാമസ്, ഈ തലാമസ് എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ മുകളിലോട്ട് വളർന്ന് ക്ലോസ് ചെയ്ത് ഓൾമോസ്റ്റ് ഓവറിനെ അതിന്റെ ഉള്ളിട്ട് അടയ്ക്കും. ശരിയല്ലേ? എൻക്ലോസിംഗ് ദി ഓവറി. ബാക്കി എല്ലാ പാർട്സും വരാൻ പോകുന്നത് അതിന്റെ മുകളിൽ നിന്ന്. ശരിയല്ലേ? ഓവറി ഇവിടെ എന്തായി? ഓവറി ഇൻഫീരിയർ ആയി. എക്സാമ്പിള് എന്താണെന്നറിയോ? കുക്കു. കുക്കു എന്ന് പറയുന്ന ഒരാള് ഗോവയിൽ പോയി റൂം എടുത്തു. കുക്കു ആരായിരിക്കും എക്സാമ്പിള്? ക്യുക്കമ്പർ. ഗോവയിൽ പോയിട്ട് ഗോവ റൂം എടുത്തു. റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ. അതെന്താ സാധനം? ഈ സൺഫ്ലവർ എന്ന് പറയുന്ന സംഭവം ഒരു സിംഗിൾ ഫ്ലവർ അല്ല, അത് ആക്ച്വലി ഒരു ഇൻഫ്ലോറസൻസ് ആണ്. കണ്ടിട്ടുണ്ടോ സൺഫ്ലവറിന്റെ പിക്ചേഴ്സ്? നടുക്കിലൊരു ബ്രൗൺ കളറും കാണാം, പിന്നെ ഇങ്ങനെയും കാണാലോ, കുറെ യെല്ലോ കളറില്. ശരിയല്ലേ? നമുക്കത് നോക്കുമ്പോൾ സിംഗിൾ ഫ്ലവർ ആണെന്ന് തോന്നും, പക്ഷേ സൺഫ്ലവർ ഇസ് ആക്ച്വലി ആൻ ഇൻഫ്ലോറസൻസ്. അതിൽ രണ്ട് തരത്തിലുള്ള ഫ്ലോററ്റ്സ് ഉണ്ട്. ആ നല്ല എന്താണ്, ഉള്ളിൽ കാണുന്ന ബ്രൗൺ കളറിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഡിസ്ക് ഫ്ലോററ്റ്സുകളും പുറത്ത് കാണുന്ന റേ ഫ്ലോററ്റ്സുകളും. അതിൽ റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവറിന് എന്ത് കണ്ടീഷൻ ആണെന്ന് പറയുന്നത്? എപ്പിഗൈനസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കുക്കു ഗോവയിൽ പോയി റൂം എടുത്തു. ക്യുക്കമ്പർ, ഗ്വാവ, ആ റൂമിന്റെ 6 എന്തിന്റെ ഷോർട്ട് ഫോം ആയിരുന്നു? റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവറിന്റെ ഷോർട്ട് ഫോം ആയിരുന്നു. ഇനി എപ്പോ, എപ്പോ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? എപ്പിഗൈനസ്. ഇന്ന് ഇൻഫീരിയർ. മനസ്സിലായോ? എല്ലാം ഒരേ ലൈനിൽ വന്നില്ലേ? കുക്കു ഗോവയിൽ പോയി റൂം എടുത്തു. എപ്പോ? ഇന്ന്. കുക്കു, ക്യുക്കമ്പർ, ഗോവ, ഗോവ. റൂം എടുത്തു, റൂം, ആർ, റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ. എപ്പോ? എപ്പിഗൈനസ്. ഇന്ന് ഇൻഫീരിയർ. ക്ലിയർ ആണോ? സോ ഓവറി ഈസ് ഇൻഫീരിയർ. ശരിയാണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എസ്റ്റിമേഷൻ പറയുന്നതിന് മുമ്പ് ലെറ്റ്സ് സീ വെദർ യു ക്യാൻ. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സ്ലൈഡ് കണ്ടൂടെ?
Venation is a term used to describe the pattern of Venation. Slide kandule. Yes. Yes, ma'am. Very good. Very good. 13 ഇതിലെ ആൻസർ പറയാ, റീസൺ പറയാ. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻ കണ്ടല്ലേ, ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഏതായിരിക്കും? The pattern of arrangement of leaves on the stem. എന്താ പറയാ? ലീവ്സ് ഒരു സ്റ്റെമ്മില് അറേഞ്ച് ചെയ്ത് വെക്കുന്ന രീതിയിൽ എന്താ പറയാ? നമ്മൾ പഠിച്ചില്ലേ, ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. What was that? Phyllodaxy. ശരിയല്ലേ? അല്ലേ? എസ്റ്റിവേഷൻ അല്ല. സോ റോങ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഡി. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സിലെ ലീഫ്ലെറ്റ്സ് എവിടെ ഇരിക്കുന്നത്? ഒരു കോമൺ പോയിന്റിലോട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുവാണോ, അതോ കോമൺ ആക്സിസിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണോ? പാൽമേറ്റ്ലി കോമ്പൗണ്ട് ആണ്, പാമ്പ് പോലെ ലീഫ്ലെറ്റ്സ് എല്ലാം കൂടി ഒരു ടിപ്പിലോട്ട് വന്നിരിക്കുന്നത്. മറ്റേത് എങ്ങനെയാ? ആക്സിസ്. ആക്സിസിൽ. ആ ആക്സിസിന്റെ പേരാണ് എന്ത്? റാച്ചിസ്. അതെന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ മിഡ് റിബ് ആണ്. ഓക്കെ, മറ്റേത് കുഴപ്പമുണ്ടാവില്ല. 16 നോക്കിട്ട് റോങ് എന്താന്ന് അല്ല, കറക്റ്റ് മാച്ച് ഏതാണ്? കറക്റ്റ് മാച്ച് വേഗം പറയാം കേട്ടോ. നീമ ഡിയാ? ഏതാ കറക്റ്റ്? ഡി. ശരിയാണ്, പറഞ്ഞോളൂ. ഡി. ഡി കറക്റ്റ് ആണ്. ബാക്കിയൊക്കെ തെറ്റില്ലേ? ആക്ച്വലി പിന്നേറ്റ്ലി കോമ്പൗണ്ട് ഇസ് നീം, പാൽമേറ്റ്ലി കോമ്പൗണ്ട് ഇസ് സിൽക്ക് കോട്ടൺ, കാലിക്സ് ഇസ് സെപ്പൽസ്, സെപ്പൽസ് ആൻഡ് റിഷിം ഇസ് സ്റ്റേമൻ. അപ്പൊ ഇത് കറക്റ്റ് വരും. ഓക്കെ, ഫ്ലവർ ഇസ് എ മോഡിഫൈഡ് ബി. ബി. യെസ്. ഷൂട്ട്. റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ഇൻ ആൻജിയോസ്പേം? flower. Yes. The whorls of a flower are arranged successively on the swollen end of pedicel called. A swollen end ine parayna പേര് എന്താണെന്ന്? Pedicel is a stalk. Pedicel അറ്റത്ത് കാണുന്ന swollen end, അതിലോട്ടാണ് എല്ലാ ആൾക്കാരെയും പിടിച്ച് വെച്ചേക്കണത്. അതേതാ? ദാ ഈ swollen end ഏതാ ചോദിക്കുന്നത്? ഈ ഭാഗം, ദാ ഇത്, ഈ ഭാഗം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇവരെല്ലാവരും കൂടിയിരിക്കുന്നത് എന്തുമ്പോഴാ? ഈ സാധനത്തുമ്മ അദ്ദേഹത്തിനെ കണ്ടോ? തലാമസ്. ശരിയാണോ? ഓക്കെ. ബൈസെക്ഷൽ ഫ്ലവർ ഹാസ് both the stamen and carpel. Yes. Accessory organs in a flower. Accessory organ. Both the calyx and corolla. Yes. Perianth is present in flowers of. Perianth എന്താണെന്ന് പറയാ, എന്നിട്ട് they are present in the flowers of. പറഞ്ഞോളൂ. See, calyx and corolla distinct അല്ല. കാലിക്സും കൊറോളയും ഡിസ്റ്റിങ്ക്റ്റ് അല്ല, ബട്ട് ടുഗദർ ആർ കോൾഡ് പെരിയാന്ത്. ചില ഫ്ലവേഴ്സിലെ കാലിക്സും കൊറോളയും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കും, അവർ ഒരുമിച്ചായിരിക്കും. അങ്ങനെ പറയും, അവിടെ പറയുന്ന പേരാണ് പെരിയാന്ത്. അവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാലിക്സ് എന്നോ കൊറോള എന്നോ പറയില്ല, പകരം പെരിയാന്ത് എന്നുള്ളൊരു ഒറ്റ വേർഡാ പറയാ. അത് കാണുന്നത് ഇദ്ദേഹത്തില്. സി കണ്ടോ? ഓപ്ഷൻ സി. യെസ്. ഓക്കെ. ഇൻ ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് ദി ഓവറീസ്. ഓക്കെ, പറഞ്ഞോ. Superior. Yes. In guava ovaries. Guava. Perigynous. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുക്കു റൂം ഗോവയിൽ പോയിട്ട് റൂം എടുത്തു, പിന്നെ എപ്പിഗൈനസ്. അതല്ലേ, എപ്പിഗൈനസ് അല്ലേ? ഇനി അപ്പൊ ഓവറി എങ്ങനെയാന്ന് പറഞ്ഞേ? എപ്പോ കഴിഞ്ഞ അടുത്ത ആൻസർ എന്തായിരുന്നു? കുക്കു
ഗോവയിൽ പോയി റൂം എടുത്തു. എപ്പോ? ഇന്ന്. ഇന്നലെ ഇൻഫീരിയർ. ഇന്നലെ ആയാലും കുഴപ്പമില്ല, ഇന്നാണെങ്കിലും കുഴപ്പമില്ല, ആൾ ഇൻഫീരിയർ ആയാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ഇനി മാർക്കോ ഗോവ. പെരിഗൈനസ് ഒരു PRP തന്നെയാണ്. പി വെച്ച് തുടങ്ങുന്ന ആൾക്ക് PRP എന്നാണ് എക്സാമ്പിൾ. പ്ലം റോസ് പീച്ച്. പ്ലം റോസ് പീച്ച്. ഓക്കെ ആണോ? ഓക്കെ. Which of the following is not hypogynous? എക്സാമ്പിൾ വേ നോക്കിക്കോ. ഹൈപ്പോഗൈനസിന്റെ ഷോർട്ട് ഫോം എന്തായിരുന്നു? ചിമ്പു എച്ച് ആയിരുന്നു. എ അല്ലേ? പ്ലം. Which of the following is perigynous? Both B and C. Plum rose peach. Green leaf-like structure that protect the flower in bud stages. Flower bud ആയിരിക്കുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗ്രീൻ കളർ നിങ്ങൾ ചെമ്പരത്തി. യെസ്, അതേലോ. ഇനി ഇൻ ഗാമോപെറ്റാലസ് കണ്ടീഷൻ പെറ്റൽസ് ആർ. ഈ ഗാമോപെറ്റാലസ് ഗാമോസെപ്പാലസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. അവര് 4 ഓപ്ഷൻ. യുണൈറ്റഡ്. യെസ്, യുണൈറ്റഡ്. ഗാമോ, ഗമി, യുണൈറ്റഡ്, ഫ്യൂസ്ഡ്. കറക്റ്റ് അല്ലേ? ഫ്രീ ആണെങ്കിൽ എന്ത് പറയും? പോളിപെറ്റാലസ്. യെസ്. ഓക്കെ അല്ലേ? അത്രയും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇനി ഒന്നും കൂടി ഒന്ന് തറവാക്കി വീട്ടിൽ നിന്ന് തന്നെ പഠിച്ച എക്സാമ്പിൾസ് മറക്കില്ലല്ലോ. ഇനി അടുത്തത് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് എക്സാമ്പിൾസ്. ഓക്കെ, ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും വൺസ് യു സ്റ്റാർട്ട് ലേണിംഗ് ഇറ്റ് വിത്ത് ദി ഷോർട്ട് ഫോംസ് ആൻഡ് ഓൾ, ദിസ് ഇസ് ഗോയിങ് ടു ബി യുവർ ഫേവറേറ്റ് ചാപ്റ്റർ. ഓക്കെ, ബാക്കി എല്ലാവരും വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി നല്ല ചാപ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ കുറച്ചൊന്ന് സമയം എടുത്ത് ആ ഷോർട്ട് ഫോംസ് ഒക്കെ വെച്ച് എക്സാമ്പിൾസ് പഠിക്കുവാണെങ്കിൽ. ഓക്കെ, എസ്റ്റിവേഷൻ. എസ്റ്റിവേഷൻ എന്താണെന്നറിയോ? സെപ്പലും പെറ്റലിന്റെയും അറേഞ്ച്മെന്റ്. ഫ്ലവർ ബഡില് സെപ്പലും പെറ്റലും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഡെഫിനിഷൻ നോക്കുക. ദി മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽ ഓർ പെറ്റൽ ഇൻ ദ ഫ്ലോറൽ ബഡ്. ഫ്ലോറൽ ബഡില് with respect to other members of the same wall is known as estivation. നീ ഇതെന്താ കോംപ്ലിക്കേറ്റഡ് ആണോ? റെസ്പെക്ട് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദി സെയിം വേൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു സെപ്പലും വേറെ സെപ്പലും. കാലിക്സ് എന്ന് പറയുന്ന ഒരു വേൾ ആണ്. ഈ ഒരു ഒറ്റ വേളിന്റെ മെമ്പേഴ്സ് സെപ്പൽസ് ആണ്. സോ ഒരു സെപ്പലും മറ്റൊരു സെപ്പലും എങ്ങനെയാണ്? അവര് തമ്മില് ഇങ്ങനെ മാർജിനിൽ ഇങ്ങനെ നിൽക്കുവാണോ? അവര് തമ്മിൽ ഓവർലാപ്പിംഗ് ഉണ്ടോ? ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ്? അതിന്റെ ബേസിസിൽ പറയുന്നതിനാണ് എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡയഗ്രാം നോക്കാം. ഇത് ടൈപ്പ് ഓഫ് എസ്റ്റിവേഷൻ ഇൻ കൊറോള. പെറ്റലിന്റെ എസ്റ്റിവേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡയഗ്രാം ആയിട്ട് കണ്ടോ? കൊറോള. ഇതിന്റെ തന്നെ വേറൊരു ഫ്ലോറൽ ഡയഗ്രാം റെപ്രസെന്റേഷൻ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇൻഡിവിജ്വൽ പെറ്റൽസ് ആണെങ്കിൽ ഇവര് നോക്കി നോക്കിയാൽ ഇവര് തമ്മിൽ എങ്ങനെയാ? വല്ല ഓവർലാപ്പിംഗ് ഉണ്ടോ അവര് തമ്മില്? ഉണ്ടോ? ഇല്ല. സോ ഇഫ് ദർ ഇസ് നോ ഓവർലാപ്പിംഗ്, one and the other touches at the margin without overlapping. ഓവർലാപ്പിംഗ് ഇല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് വാൽവേറ്റ്. പേരുകൾ പഠിക്കണം കേട്ടോ. വാൽവേറ്റിന്റെ ഡെഫിനിഷൻ ഓർഡറിൽ പഠിക്കാം. അപ്പൊ ദാറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓർഡർ. ഫസ്റ്റ് വൺ വാൽവേറ്റ് ആണ്, അവിടെ ഓവർലാപ്പിംഗ് ഇല്ല. രണ്ടാമത്തെ ആളില് ഓവർലാപ്പിംഗ് ഉണ്ട്, പക്ഷെ ആ ഓവർലാപ്പിംഗിന് തന്നെ ഒരു പാറ്റേൺ ഉണ്ട്. മൂന്നാമത്തെ ആൾക്കും ഓവർലാപ്പിംഗ് ഉണ്ട്, ഒരു പാറ്റേണും ഇല്ലാണ്ട് ഓവർലാപ്പിംഗ്. നാലാമത്തെ ആൾക്കും ഓവർലാപ്പിംഗ് ഉണ്ട്, പക്ഷെ നാലാമത്തെ ആൾ ഒരു സ്പെഷ്യൽ ആളാണ്. ക്ലിയർ ആണോ? ആ പേരുകൾ നോക്കുക. വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വെക്സിലറി. വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വെക്സിലറി. വാൽവേറ്റ് വിത്തൗട്ട് ഓവർലാപ്പിംഗ്. ട്വിസ്റ്റഡ് നോക്കുക. ട്വിസ്റ്റഡ് ഞാൻ പറഞ്ഞില്ലേ പാറ്റേൺ ഉണ്ടെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ പെറ്റല് നോക്കുക, ഈ പെറ്റല് നോക്കുക, ഇതിന്റെ ഒരു സൈഡ് പുറത്തല്ലേ നിൽക്കുന്നത് അല്ലേ? ഓവർലാപ്പ് ചെയ്തപ്പോഴും അയാൾ പുറത്തല്ലേ നിൽക്കുന്ന ഒരു എൻഡ്. ഇത് ഇന്നാണെന്ന് പറയാം. ഇതിന്റെ മറ്റേ എൻഡ് എങ്ങനെയാ? സോറി തെറ്റി എഴുതി. ഇത് ഔട്ടാണ്, ഇത് ഇന്നാണ്. ശരിയല്ലേ? ഈ പെറ്റലിന്റെ ഈ ഭാഗം പുറത്തോട്ടും ഈ ഭാഗം ഉള്ളിലോട്ടല്ലേ? ഇനി ഇതിന്റെ നോക്കി നോക്കിയേ, ഇത് പുറത്തേക്കും ഇത് ഉള്ളിലോട്ടും. അടുത്ത ആളെ നോക്കുമ്പോ ഇത് പുറത്തേക്കും ഇത് ഉള്ളിലോട്ടും. ഇനി നോക്കുമ്പോ ഇത് പുറത്തേക്കും
ഇത് ഉള്ളിലോട്ടും. അങ്ങനെ ഒരു പാറ്റേണിലല്ലേ പോന്നെ? ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് എന്ന് പറഞ്ഞ പാറ്റേണിലല്ലേ പോന്നെ? Yes, ma'am. അത് ട്വിസ്റ്റഡ് ആണ്. ഇനി ഇംബ്രിക്കേറ്റിലും നോക്കി നോക്കിയേ, ഈ പെറ്റലിന്റെ രണ്ട് ഭാഗം എന്താ? ഉള്ളിലാ. ഇതിന്റെ രണ്ട് ഭാഗം എവിടെയാ നോക്കി നോക്കിയേ? പുറത്താ. ബാക്കി 3 പേരുടെ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത് നോക്കിയേ? ഇൻ ആൻഡ് ഔട്ട് ആണ്. ബാക്കി 3 പേരുടെ കൊടുത്തിരിക്കുന്നത് ഇൻ ആൻഡ് ഔട്ട് ആണ്. ശരിയല്ലേ? ഇങ്ങനെ ഓവർലാപ്പിംഗ് ഉണ്ട് വിത്തൗട്ട് എനി ഡെഫിനിറ്റ് പാറ്റേൺ. അതിനാണ് ഇംബ്രിക്കേറ്റ് എന്ന് പറയുന്നത്. ഇനി വെക്സിലറി ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ്, ഇൻഫ്ലോറസൻസ് ആണ്. ടോട്ടൽ എത്ര പെറ്റൽസ് ഉണ്ടെന്നൊന്ന് എണ്ണി പറഞ്ഞു എന്നോട്. 1 2 5. 3 4 and 5. ടോട്ടൽ 5 പെറ്റൽസ് ഉണ്ട്. പോസ്റ്റീരിയർ ആയിട്ട് അല്ലെങ്കിൽ പുറകിലായിട്ട് ഒരു വലിയ പെറ്റൽ ഉണ്ട് ഇല്ലേ? അത് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന രണ്ട് സൈഡിലുള്ള ലാറ്ററിലുള്ള 2 പെറ്റൽസ് ഉണ്ട്. ആന്റീരിയർ ആയിട്ട് ഫ്രണ്ടിലായിട്ട് 2 കുഞ്ഞു പെറ്റൽസ് ഫ്യൂസ് ചെയ്ത് കിടക്കുന്നുണ്ട്. ശരിയല്ലേ? അതാണ് വെക്സിലറി. 1 ലാർജ് പോസ്റ്റീരിയർ കിടക്കുന്നത്, 2 ലാറ്ററൽ 2 ആന്റീരിയർ ഫ്യൂസ്ഡ്. ശരിയാണോ? ഇതേ കണ്ടോ? ഇവിടെ ഒരെണ്ണം, സൈഡിൽ 2 എണ്ണം, ഫ്രണ്ടിൽ 2 എണ്ണം, ഇങ്ങനെ എന്താ പറയാ, ഫ്യൂസ് ചെയ്ത് കിടക്കുക. പീ ഫ്ലവേഴ്സിലൊക്കെ കാണുന്ന പോലെ. ഇനി എക്സാമ്പിൾസ് കേട്ടോ. വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വെക്സിലറി. വെൽവെറ്റ് കേക്ക് എന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുമോ? വെൽവെറ്റ് കേക്ക് എന്ന് ഓർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ വെൽവെറ്റ് കാർപ്പറ്റ് എന്ന് ഓർത്ത് വയ്ക്കാം. വെൽവെറ്റ്, വാൽവേറ്റിന്. കാർപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈസി. കാലോട്രോപ്പിസ് എന്ന് ഓർത്ത് വയ്ക്കാൻ, അല്ലെങ്കിൽ കേക്ക് എന്ന് ഓർത്ത് വയ്ക്കാം. വെൽവെറ്റ് കേക്ക് എന്നോ വെൽവെറ്റ് കാർപ്പറ്റ് എന്നോ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വയ്ക്കുക. തെറ്റിക്കാണ്ടിരുന്നാൽ മതി. വാൽവേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ഓർക്കണം. CA വെച്ച് തുടങ്ങുന്ന ആള് കാലോട്രോപ്പിസ്. ക്ലിയർ ആണോ? Yes, ma'am. ചൈനീസ് ലേഡി ട്വിസ്റ്റഡ് കോട്ടൺ. ചൈനീസ് ലേഡി ട്വിസ്റ്റഡ് കോട്ടൺ. ഇതിന്റെ അർത്ഥം എന്താണെന്നും ചോദിക്കരുത്. ഓർത്ത് വയ്ക്കാൻ ഒരു ഫ്ലോയിൽ അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി കഥ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. കോട്ടൺ ചൈനീസ് ലേഡി പോയിട്ട് കോട്ടൺ ഷർട്ട് വാങ്ങിച്ചു എന്നൊക്കെ വേണമെങ്കിൽ വെക്കാം. അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. ചൈനീസ് ലേഡി ട്വിസ്റ്റഡ് കോട്ടൺ. ചൈനീസ് ലേഡി ട്വിസ്റ്റഡ് കോട്ടൺ. ചൈനീസ് is for China rose. Lady is for Lady's finger. lady's finger. Twisted is for twisted estivation. Cotton is for cotton. Clear ആണോ? Yes, ma'am. ഇനി അടുത്തതും പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. നമുക്ക് ചുമ്മാ വായി തോന്നി എന്നൊക്കെ പറയാലോ. ഓർത്ത് വെച്ചാ പോരെ. കാഷിയ എന്ന് പറയുന്നത് ഒരാളാണെന്ന് വിചാരിക്കാം. കാഷിയ ഒരാളാണെന്ന് വിചാരിക്കാം. കാഷിയ ഇംപ്രസ്ഡ് ഗുൽമോഹർ. കാഷിയ എന്തോ കാണിച്ച് ഗുൽമോഹറിനെ ഇംപ്രസ് ചെയ്തു. കാഷിയ ഇംപ്രസ്ഡ് ഗുൽമോഹർ. എന്തായി? കാഷിയ ഇംബ്രിക്കേറ്റ് ഗുൽമോഹർ. ശരിയാണോ? ഞാൻ പറയുന്നു ഇവർ രണ്ടുപേരും കപ്പിൾസ് ആണ് അല്ലെ? നേരത്തെ പഠിച്ചേ സൈഗോമോർഫിക്കില്. കാഷിയ ഇംപ്രസ്ഡ് ഗുൽമോഹർ. ഓക്കെ ആണോ? ഇനി വെക്സിലറി നിങ്ങൾ എന്തായാലും പഠിക്കും, കാരണം ഫാമിലി പഠിക്കുമ്പോൾ പഠിക്കാനുള്ളതാണ്. വെക്സിലറി എസ്റ്റിവേഷൻ പിയും ബീൻസും ആണ്. അവരും ഒരു പെയറാണ്. ദ പീ ഫ്ലവർ ആണ് ഇരിക്കുന്നത് കേട്ടോ. ഇൻ പീ ആൻഡ് ബീൻ ഫ്ലവേഴ്സ് there are 5 petals. ഇനി ഈ 5 പെറ്റൽസിന്റെ പേര് ചിലപ്പോൾ ചോദിക്കും, since it is given in your textbook. The largest പെറ്റലിനെ പറയുന്ന പേര്, ഇദ്ദേഹത്തിന്റെ പറയുന്ന പേരാണ്, പുറകിലിരിക്കുന്ന ആളെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡേർഡ് പെറ്റൽ. സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറയും. ലാറ്ററൽ കാണുന്ന 2 ആൾക്കാരെ പറയുന്ന പേരാണ് വിങ്സ്. 2 lateral wings. ശരിയല്ലേ? സൈഡിലല്ലേ ചിറക് വരിക. And the 2 smallest anterior petals-നെ പറയുന്ന, അല്ലെങ്കിൽ they forms a keel. ഇതാണ് keel. ക്ലിയർ ആണോ? സ്റ്റാൻഡേർഡ് വിങ്സ്, കീൽ. ഈ വെക്സിലറി എസ്റ്റിവേഷന് ഒരു പേരും കൂടി പറയും, പാപ്പിലോണിയേഷ്യസ്. പാപ്പിലോണിയേഷ്യസ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് വേഗം പോവാം. എസ്റ്റിവേഷൻ റെഫേഴ്സ് ടു ദി അറേഞ്ച്മെന്റ് ഓഫ് both A and B. Yes. Velvet estivation can be seen in, വേഗം ഓർത്തോ, velvet എന്തായിരുന്നു? Cake. Calotropis.
Estivation lady's finger. Chinese lady twisted cotton. B. Twisted. Identify the correct match. Chinese lady twisted cotton. Cotton twisted alle? A. Incorrect match aane. Oh, sorry. Cassia impressed Gulmohar. Appo imbricate thanneyalle adu? Yes, ma'am. C. C aanu. Velvet bean allalo. Velvet cake allengi carpet nammade calodropis alle. Beanum pieceum ഒക്കെ ഏതാണ്? Vexillary ആണ്. Vexillary. ശരിയല്ലേ? Yes, ma'am. ഇനി fifth one. If one margin of the appendage overlap that of the next one and so on, it is called twisted appendage. Okay, അതായത് ഓവർലാപ്പിംഗ് ഉണ്ട്. അപ്പൊ വാൽവേറ്റ് അല്ല. ആ ഓവർലാപ്പിംഗ് തന്നെ അവരൊരു രീതിയിലാണ് പറയുന്നത്. ഒരെണ്ണം മറ്റൊന്നിനെ ഓവർലാപ്പ് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ മാർക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് എന്ന് പോവും. അപ്പൊ ഏതായിരിക്കും അത്? സെക്കൻഡ് വൺ അല്ലേ? വാൽവേറ്റിൽ ഓവർലാപ്പിംഗ് ഇല്ല, രണ്ടാമത്തിൽ ഓവർലാപ്പിംഗ് ഉണ്ട്, പക്ഷെ ഒരു പാറ്റേണിലാണ്. ഇൻ ഔട്ട് എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. അപ്പൊ അതേതാ? രണ്ടാമത്തെ ഏതാ? ട്വിസ്റ്റഡ് അല്ലേ? ഇത് ശരിയല്ലേ? മൂന്നാമത്തെ നോക്കി നോക്കിയേ. If the margin of sepal or petal overlap one another but not in any particular direction. അതേതാ? Imbricate. ഇംബ്രിക്കേറ്റ് ഇംപെർഫെക്റ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ചുമ്മാട്ടോ. ഇംബ്രിക്കേറ്റ് ഇംപെർഫെക്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു പാറ്റേൺ ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാ. മനസ്സിലായോ? രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന് എഴുതാം. സ്റ്റെറൈൽ സ്റ്റേമിനെ പറയുന്ന പേരെന്താണ്? അതായത് സ്റ്റേമൻ സാധാരണ നമുക്കറിയാം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, പക്ഷെ ഇത് സ്റ്റെറൈൽ ആണ്. റീപ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്ത് പറയും അതിന്? ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുമല്ലോ. പിസ്റ്റിൽ ഓർ ആക്ച്വലി പിസ്റ്റിലായിട്ട് റിലേറ്റഡ് ആണ്. ഏതായിരിക്കും ആൻസർ? സ്റ്റെമിനോഡ്. ഫിലമെന്റ് സ്റ്റെമിന്റെ ഒരു പാർട്ട് അല്ലേ? സ്റ്റെറൈൽ സ്റ്റേമിനെ പറയുന്ന പേരാണ് സ്റ്റെമിനോഡ്. ക്ലിയർ ആണോ? In epipetalis condition, epipetalis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു പെറ്റൽ ആണെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റൂലോ. ഇവിടെ സ്റ്റേമൻ പെറ്റലുമായിട്ട് കണക്റ്റഡ് ആണ്. സ്റ്റേമൻ പെറ്റലുമായിട്ട് കണക്റ്റഡ് ആണ്. അതാണ് എപ്പിപെറ്റാലസ്. ക്ലിയർ ആണോ? സ്റ്റേമൻ ഈസ് അറ്റാച്ച്ഡ് ടു പെറ്റൽ. ആ കണ്ടീഷനെ പറയുന്ന പേരാണ് എപ്പിപെറ്റാലസ്. ഇനി നമ്മൾ സൊളാനേസി ഫാമിലി പഠിക്കുമ്പോൾ ഒന്നും കൂടി കാണും. ബ്രിഞ്ചാൾ ഇതിന് എക്സാമ്പിൾ ആണെന്നൊക്കെ പറഞ്ഞ് കാണും. ഓക്കെ, ഡയഡൽഫിഷ് കണ്ടീഷൻ. ഓക്കെ, എക്സാമ്പിൾ ഉണ്ട്. ഇനി എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടില്ല അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പഠിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് മാത്രമല്ല വേറെയും കുറച്ച് എക്സാമ്പിൾസ് വരുന്നുണ്ട്. മോണോഡൽഫസിന് ആക്ച്വലി ചൈന റോസ് വരും. ഡയഡൽഫസിന് ഡയഡൽഫസ് ഞാൻ പറഞ്ഞു തന്നല്ലോ. ഡയഡൽഫസ് ഏതാ? പീട്ടോ. ഫാമിലി പഠിക്കും. പി പ്ലാന്റ്. അവിടെ CPC ആണ് എക്സാമ്പിൾ വരിക. ഞാൻ കാണിച്ചുതരാം, ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. ഇൻ എ കാർപ്പൽ ദി റിസെപ്റ്റീവ് സർഫസ് ഓഫ് പൊളങ്ക്രേനീസ്. ഇൻ എ കാർപ്പൽ ദി റിസെപ്റ്റീവ് സർഫസ് ഓഫ് പൊളങ്ക്രേനീസ്. അതായത് ഈ സ്ട്രക്ചറില് പോളിനേഷൻ കഴിഞ്ഞ് പൊളങ്ക്രെയിൻസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഓവറിയിലാണോ? ഇതാണോ ഓവറി? ഇത് സ്റ്റൈലാണ്, ഇത് സ്റ്റിഗ്മയാണ്. അപ്പൊ എവിടെയാ വന്ന് നിൽക്കുക? സ്റ്റിഗ്മയില്. യെസ്. ഇനി അടുത്തത് പ്ലാസന്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. പ്ലാസന്റേഷൻ ശ്രദ്ധിച്ചു കേൾക്കാം. ദി അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് വിത്തിൻ ദി ഓവറി. ദി അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് വിത്തിൻ ദി ഓവറി. ഓവറിയുടെ ഉള്ളില് ഒവ്യൂൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് പ്ലാസന്റേഷൻ എന്ന് പറയാം. നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒവ്യൂൾ എന്തായിട്ട് മാറും? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഒവ്യൂൾ വിൽ ബിക്കം ദി ഒവ്യൂൾ എന്തായിട്ട് മാറും? ഇത് ഓവറി ആണെന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ ഒവ്യൂൾ ആണെന്ന് വിചാരിക്കുക. ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഒവ്യൂൾ എന്തായിട്ട് മാറും? സീഡ് ആയിട്ട് മാറും. ഓവറി എന്തായിട്ട് മാറും? ഫ്രൂട്ട് ആയിട്ട് മാറും.
Ovule inside the ovary, how is it arranged? അതാണ് പ്ലാസന്റേഷൻ. അപ്പൊ നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണമെങ്കിൽ ഒരു ഫ്രൂട്ടില് സീഡ് ഇരിക്കുന്ന എങ്ങനെ, നിങ്ങൾ ലെമൺ കട്ട് ചെയ്യുമ്പോ ലെമൺ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ അതിന്റെ സീഡ് കണ്ടിട്ടുണ്ടോ? Yes, ma'am. ആ സീഡ് എങ്ങനെയാണ് ഇരിക്കുന്നത്? പയറ് പൊളിക്കുമ്പോ, പയറില്ലേ, പയറ് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊളിക്കില്ലേ, അപ്പം അതിന്റെ സീഡ്സ് എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ നമുക്ക് നോക്കിയിട്ട് തൽക്കാലം ഇമാജിൻ ചെയ്ത് പഠിക്കാം കേട്ടോ. ഏതൊക്കെയാന്ന് പറയുക പഠിക്കാനുള്ളത്? പ്ലാസന്റേഷൻ ടൈപ്പ്: മാർജിനല്, ആക്സൈല്, പരീറ്റല്, ബേസല്, ഫ്രീ സെൻട്രല്. എക്സാമ്പിൾസ് ആർ ഇമ്പോർട്ടന്റ്. മാർജിനൽ, ആക്സൈൽ, പരീറ്റൽ, ബേസൽ, ഫ്രീ സെൻട്രൽ. ലെറ്റ്സ് സീ ഈച്ച് വൺ ഓഫ് ദം. ഫസ്റ്റ് വൺ വരുന്നത് മാർജിനൽ ആണ്. എവിടെ പോയി? മാർജിനൽ പ്ലാസന്റേഷൻ. ഒരു മാർജിനിൽ, അതായത് ഇപ്പൊ ഡെഫിനിഷൻ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചില്ലെങ്കിലും ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാം. ഒവ്യൂള് എന്താണ്, ഓവറിയുടെ ഉള്ളില് പ്ലാസന്റ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ പ്ലാസന്റേമയിലോട്ടായിരിക്കും ഒവ്യൂൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. സോ ഇൻ മാർജിനൽ പ്ലാസന്റേഷൻ ദ പ്ലാസന്റ, അതായത് ഒരു സ്ട്രക്ചർ ആണ് ഓവറിയുടെ ഉള്ളില്, ടു വിച്ച് ദിസ് ഒവ്യൂൾ is attached. Placenta forms a ridge along the ventral suture of the ovary, and the ovules are borne on this ridge, forming 2 rows as in P. Ovary എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഫെർട്ടിലൈസേഷന് ശേഷം ഫ്രൂട്ട് ആവുമല്ലോ. അപ്പൊ പയറിന്റെ ഒരു എന്താണ്, ഒരു പയർ എടുക്കുക, എന്റെ സീഡ് അല്ല, ആ ഹോൾ പയർ എടുക്കുക. ഓക്കെ, അതിന്മേ 2 പോയിന്റുകൾ കണ്ടിട്ടില്ലേ? പോയിന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് 2 സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തൂടെ, പൊളിച്ചൂടെ? Yes, ma'am. അങ്ങനെ നിങ്ങൾ പൊളിച്ചെടുക്കുമ്പോ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ 2 റോ ആയിട്ട് പി സീഡ്സ് ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ ഇന്ന് പോയി നോക്കാം. അതിനെയാണ് എന്ത് പറയുന്നത്? മാർജിനൽ പ്ലാസന്റേഷൻ. ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. ഇതൊരു ഹാഫ് ആണ് വെച്ചേക്കണേ. ഇൻ മാർജിനൽ പ്ലാസന്റേഷൻ ദ പ്ലാസന്റ ഫോംസ് a ridge along the ventral suture of the ovary, and the ovules are borne on this ridge, forming 2 rows. Then example, pea plant ആണ് മാർജിനൽ പ്ലാസന്റേഷൻ. pea plant. എനിക്ക് പി വേറെ ഒരു നിമോണിക്കോ ട്രിക്കോ ഒന്നും വേണ്ടി വരില്ല, ഈ ഡയഗ്രം തന്നെ ഓർത്താ പോരെ. ഓക്കെ, അടുത്തത് ആക്സൈൽ ആണ്. ആക്സൈൽ പ്ലാസന്റേഷൻ. when the placenta is axile and the ovules are attached to it in a multilocular ovary, the placentation is said to be axial. ഇവിടെ ഡയഗ്രം നോക്കാം. നിങ്ങൾ ടൊമാറ്റോ ലെമണോ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അതിന്റെ ഉള്ളിൽ കുറെ ചേംബറുകളായിട്ട് കാണാം. ചേംബർ ആണ് ലൊക്യൂൾ. ഒന്നിൽ കൂടുതൽ ചേംബർ ഉണ്ട്, അതാണ് മൾട്ടി ലോക്യുലാർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ കണ്ടുകൂടെ ചേംബർ? ഈ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനിൽ നിങ്ങൾക്ക് ചേംബറുകൾ കണ്ടുകൂടെ? ഈ ടൊമാറ്റോ മുറിച്ചു വെച്ചിരിക്കുന്നതിലും പല ഇതായിട്ട് കണ്ടുകൂടെ? ഓവറിയുടെ ഉള്ളിൽ ഒവ്യൂൾ ഇരിക്കുന്ന ഇതാണ് ചേംബറുകളാണ് നമ്മള് ലൊക്യൂൾ എന്ന് പറയുന്നത്. സോ ആക്സൈൽ പ്ലാസന്റേഷനിൽ മൾട്ടി ലോക്യുലാർ ആണ്, ഒന്നിൽ കൂടുതൽ ചേംബറുകൾ കാണാം. ഇനി ഒരു ആക്സിസിന് ചുറ്റുമായിട്ടാണ് സീഡുകൾ ഇരിക്കുന്നത്, അതിനെയാണ് ആക്സൈൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിന്റെ എക്സാമ്പിൾസ് പറയാം, അത് നാളത്തേക്ക് പഠിക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. എക്സാമ്പിൾ പറയാനായിട്ട് ഒരു എന്താണ് ഇത് പറയാം. മാർജിനൽ പ്ലാസന്റേഷൻ പി ആണെന്ന് കണ്ടു. ആക്സൈൽ പ്ലാസന്റേഷൻ പഠിക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ. ലെമൺ ചിക്കൻ ടുമാറോ. ലെമൺ ചിക്കൻ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കാൻ പോകുന്ന ഡിഷ് നാളെ ലെമൺ ചിക്കൻ ആണ്. ലെമൺ ചിക്കൻ ടുമാറോ. ലെമൺ ഈസ് ഫോർ ആക്സൈൽ പ്ലാസന്റേഷന്റെ 3 എക്സാമ്പിൾ ആണ്. ലെമൺ, ചിക്കൻ ഈസ് ഫോർ ചൈന റോസ്, ടുമാറോ ഈസ് ഫോർ ടൊമാറ്റോ. മനസ്സിലായോ? ആക്ച്വലി നിങ്ങളുടെ വീട്ടിൽ നാളെ എന്താ ഫുഡ് എന്ന് ചോദിക്കാണ്. ആക്ച്വലി ആക്സൈൽ ലെമൺ ചിക്കൻ ആണ്. അപ്പൊ ലെമൺ ചിക്കൻ ടുമാറോ, ലെമൺ ചിക്കൻ ടുമാറോ, ലെമൺ ചൈന റോസ് ടുമാറോ. പരീറ്റൽ പാരന്റ്സ് ആർ മീറ്റിംഗ് എന്ന് എഴുതാം. പാരന്റ്സ് ആർ മീറ്റിംഗ്. പാരന്റ്സ് എന്ന് പറയുന്നത് പരീറ്റൽ. മീറ്റിംഗ് എം ഈസ് ഫോർ മസ്റ്റാർഡ്. എം ഈസ് ഫോർ മസ്റ്റാർഡ് ആൻഡ് ആർ ഇസ് ഫോർ ആർജിമോൺ. ആർജിമോൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, അതിനാണ് ആർജിമോൺ. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് എക്സാമ്പിൾസ് നാളത്തേക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പാരന്റ്സ് ആർ മീറ്റിംഗ്. ഓക്കെ, പരീറ്റൽ, ആർജിമോൺ, മസ്റ്റാർഡ്. ഫ്രീ സെൻട്രൽ, ഫ്രീ ഡി പി എന്ന് ഓർത്ത് വെക്കുക. ഫ്രീ ഡി പി, ഫ്രീ സെൻട്രൽ,
D. Dianthus. P. Primrose. Free DP. Free Central. Dianthus. Primrose. ഇനി അടുത്തത് ഹിന്ദി അറിയാവുന്നവർക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാം. എന്താണെന്നറിയോ? നമ്മൾ ദേഷ്യം വരുമ്പോ ഹിന്ദിയിൽ പറയാന്ന് വിചാരിക്കാം. ബസ് മേരി സുൻ. ഓക്കെ, ബസ് മേരി സുൻ. സുൻ എന്ന് പറഞ്ഞാൽ കേൾക്കാം. മേരിയോട് പറയാണ് നിർത്ത്, കേക്ക് ഒന്നൊന്ന്. ഓക്കെ, ബസ് മേരി സുൻ. ബസ് ബേസൽ, മേരി മേരിഗോൾഡ്, സുൻ സൺഫ്ലവർ. കിട്ടിയോ? ബസ് മേരി സുൻ, ബസ് മേരി സുൻ, ബേസൽ, മാരിഗോൾഡ്, സൺഫ്ലവർ. ക്ലിയർ ആണോ? എണീറ്റ് ഓടി എല്ലാവരും. ഹലോ. യെസ് മാം. ആ ഓക്കെ, അപ്പൊ നാളത്തേക്ക് എക്സാമ്പിൾ നോക്കാം. ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം നാളെ, മീൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ. And I will try to finish this morphology chapter and hopefully I will start anatomy. Okay, ഇത് മര്യാദയ്ക്ക് നേരത്തെ കഴിയുവാണെങ്കിൽ I will start anatomy. ഇത് കഴിയാറായി ആക്ച്വലി. പ്ലാസന്റേഷനോട് പ്ലാസന്റേഷൻ, ഫ്രൂട്ട്സ്, സീഡ്സ് ഒക്കെ ഉണ്ട്. എനിവേസ് നമുക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, ഓക്കെ ആണോ? താങ്ക് യു. എക്സാമ്പിൾസ് ഒക്കെ അപ്പൊ പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.